നമസ്കാരം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി ആത്മഹത്യ ചെയ്ത മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാരുടെ റോഡ് ഉപരോധം. ഉപരോധത്തെ തുടർന്ന് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാനപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മർദ്ദനത്തെ തുടർന്നാണ് മിഥുന്റെ ആത്മഹത്യയെന്നും വനംവകുപ്പ് അധികൃതർക്കെതിരെ നടപടി വേണമെന്നും നാട്ടുകാർ. വിദേശ മദ്യ ഷോപ്പുകളിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന നടപടികളാണ് എക്സൈസ് മന്ത്രി നടപ്പിലാക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. മദ്യക്കുപ്പി തിരിച്ചെടുക്കൽ സർക്കാർ വരുമാനം ലക്ഷ്യം വെച്ചെന്നും എം പി. പള്ളിക്കൂടം പണിയുമെന്ന മുദ്രാവാക്യവുമായി വന്നവർ ബാർ നടത്തിപ്പുകാരുടെ കുറ്റച്ചങ്ങാതിമാരായി മാറിയെന്നും വി കെ ശ്രീകണ്ഠൻ. പാലക്കാട്ട് ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC ജില്ലാ സമ്മേളനം. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശവുമായി KSKTUവിന്റെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂരിൽ ആത്മാഭിമാന സംഗമം. സംഗമം സംഘടിപ്പിച്ചത് KSKTU ഓങ്ങല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന ജനകീയ സർക്കാരിന് കരുത്തു പകരാനും സംഗമത്തിൽ ആഹ്വാനം. ഒരു ഇടവേളയ്ക്ക് ശേഷം വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. നിലവിൽ പ്രവൃത്തികൾ നടക്കുന്നത് അപ്രോച്ച് റോഡുകളുടെ പ്രവൃത്തികളും പാലത്തിന് മുകളിലെ ടാറിംഗ് പ്രവൃത്തികളും. പാലം നിർമ്മാണം 3 മാസം കൊണ്ട് പൂർത്തിയാക്കിയേക്കും. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് MLA. സാമൂഹിക വികസനം ലക്ഷ്യം വെച്ചുള്ള വികസന നയത്തിൽ നിന്നും വ്യതിചലിച്ചതാണ് രാജ്യം നേരിടുന്ന ദുരിതത്തിന് കാരണമെന്ന് AICC സെക്രട്ടറി PV മോഹൻ. രാജ്യത്തെ പ്രൊഫഷണലുകൾ പല മേഖലകളിലും പിന്തള്ളപ്പെടുന്നത് പരിശോധന നടത്താൻ ഭരണാധികാരികൾ തയ്യാറാകണമെന്നും PV മോഹൻ. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് യുവ നേതൃത്വ ക്യാമ്പ് പാലക്കാട്ട്. തൃശൂർ ജില്ലയിലെ CBSE സ്കൂളുകളുടെ കൂട്ടായ്മയിൽ യോഗാസന ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് 165 വിദ്യാർത്ഥികൾ. പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ഞാങ്ങാട്ടിരി AVH സ്കൂളിന് 65 പോയിന്റോടെ കിരീടം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി ആത്മഹത്യ ചെയ്ത മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വനംവകുപ്പിന്റെ മർദ്ദനത്തെ തുടർന്നാണ് മിഥുന്റെ ആത്മഹത്യയെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആ ടീമിൽ തയ്യാറാക്കി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് അറിയേണ്ടത്? ഇത് ഞങ്ങൾ ഇന്ന് കൊണ്ടുപോയി ഇവിടുത്തെ കർമ്മം കഴിഞ്ഞ് ചേർത്തിരിക്കും കൊണ്ടുപോയി പരിപാടി കഴിഞ്ഞു. ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പോലീസ് കൊടുത്ത റിപ്പോർട്ട് നിങ്ങളത് പറയാൻ പറ്റില്ല. വേണ്ട, പോലീസ് കൊടുത്ത റിപ്പോർട്ട് പറയണ്ട. കളക്ടർ ഞങ്ങളോട് പറയാലോ. ഞങ്ങൾക്ക് കളക്ടർ ഞങ്ങളോട് പറഞ്ഞു ഗവൺമെന്റിന് തീരുമാനങ്ങളുണ്ടാവും. അതനുസരിച്ചുള്ള തീരുമാനങ്ങളുണ്ടാവും. ആദ്യം ഉറപ്പ് തന്നെ അത് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളന്ന് ഇതുമായിട്ട് സഹായിച്ചില്ല, മുന്നോട്ട് പോയതാ. പിന്നെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കി. 15 മിനിറ്റോളം നീണ്ടുനിന്ന സൂചന ഉപരോധ സമരത്തിനു ശേഷം മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉപരോധത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വനംവകുപ്പിന്റെ മർദ്ദനത്തെ തുടർന്നാണ് ആത്മഹത്യ എന്നും കുറ്റക്കാരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. മിഥുന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും കുടുംബത്തെ സംരക്ഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെയാണ് മിഥുനെ വീട്ടിനടുത്ത പറമ്പിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിദേശ മദ്യ ഷോപ്പുകളിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന നടപടികളാണ് എക്സൈസ് മന്ത്രി നടപ്പിലാക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ MP. മദ്യക്കുപ്പി തിരിച്ചെടുക്കൽ സർക്കാർ വരുമാനം ലക്ഷ്യം വെച്ചെന്നും MP. പള്ളിക്കൂടം പണിയുമെന്ന മുദ്രാവാക്യവുമായി വന്നവർ ബാർ നടത്തിപ്പുകാരുടെ ഉറ്റച്ചങ്ങാതിമാരായി മാറിയെന്നും ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MP പറഞ്ഞു. കോടിക്കണക്കിന് വരുമാനം ലഭിച്ചിരുന്ന വിദേശ മദ്യ വിൽപ്പന സംവിധാനം പോലും നേരെ നടത്താൻ കഴിയാത്തവരാണ് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയുന്നത്. ഒരു വശത്തെ പള്ളിക്കൂടങ്ങളും പാലങ്ങളും റോഡുകളും തകർന്നു വീഴുമ്പോഴും മദ്യവിൽപ്പനയിലാണ് സർക്കാരിന്റെ കണ്ണ്. കേരളത്തിൽ മദ്യമൊഴുക്കില്ലെന്നും പുതിയ ബാറുകൾ തുറക്കില്ലെന്നും പറഞ്ഞവർ 900 ബാറുകൾക്കാണ് അനുമതി നൽകിയത്. സാധാരണക്കാർ ഏതു വിധേന നശിച്ചാലും മദ്യമൊഴുക്കുമെന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കോടികൾ ലാഭമുണ്ടാക്കുന്ന വിദേശ മദ്യവിൽപ്പനശാലകളിൽ പോലും അടിസ്ഥാന സൗകര്യമില്ല. ഈ സർക്കാർ സമൂഹത്തിനാകെ വിപത്താണെന്നും MP വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. ഈ പഞ്ചായത്തിൽ മാത്രം ബാറില്ല, ബാറില്ലെങ്കിലും വേണ്ടില്ല, ബെവ്കോന്റെ ഒരു ഔട്ട്ലെറ്റ് അനുവദിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ആരാണ് ആവശ്യപ്പെടുന്നത്? 9 വർഷം മുമ്പേ മറന്നുപോയത്. മദ്യം വ്യാപനം എല്ലാം കുറയ്ക്കുന്നു പറഞ്ഞ് KPSC പരസ്യം മറന്നു, ഇന്നസെന്റിന്റെ പരസ്യം മറന്നു. അങ്ങനെ പറഞ്ഞ അധികാരത്തിൽ കയറിയവരെ അന്ന് 26 ബാറാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുമ്പോൾ കേരളത്തിലുണ്ടായിരുന്നു.
ഇന്ന് ബാറിന്റെ എണ്ണം എത്ര 942 ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക്. ജില്ലാ പ്രസിഡന്റ് തൃപ്പാളൂർ ശശി അധ്യക്ഷത വഹിച്ചു. KPCC സംസ്ഥാന സെക്രട്ടറി C ചന്ദ്രൻ, ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീവൻ, INTUC ജില്ലാ പ്രസിഡന്റ് അനന്തകൃഷ്ണൻ, എൽദോ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CV സതീഷ്, മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന ആശയവുമായി ഓങ്ങല്ലൂരിൽ KSKTU ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു. KSKTU ജില്ലാ സെക്രട്ടറി V ചെന്താമരാശൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ നയിക്കുന്ന ജനകീയ സർക്കാരിന് കരുത്തു പകരാനും സംഗമം ആഹ്വാനം ചെയ്തു. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു KSKTU ഓങ്ങല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന തലക്കെട്ടിലായിരുന്നു ആത്മാഭിമാന സംഗമം. KSKTU ജില്ലാ സെക്രട്ടറി V ചെന്താമരാക്ഷൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നാട്ടമ്പറമ്പിലെ പാവപ്പെട്ട മനുഷ്യർ എന്ന രാഷ്ട്രീയ ആശയമാണ് കർഷകത്തൊഴിലാളി യൂണിയൻ ഉയർത്തിപ്പിടിക്കുന്നത്. 980 സഖാവ് നായനാർ കേരളത്തിൽ ക്ഷേമ പെൻഷൻ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞ നേതാവിൻ്റെ വലിയ നേതാവായിരുന്നു അന്ന് കേരളത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്നു. പേര് പറഞ്ഞാൽ അറിയില്ല, പ്രായമായ ആളുകൾക്കായതുകൊണ്ട് നല്ല നിശ്ചയമാണ്. K കരുണാകരൻ. K എന്ന് പറയുന്നത് എന്താണ് വെച്ചതുകൊണ്ട് ഞാൻ പറയുന്നത്. കരുണാകരൻ അന്ന് നിയമസഭയിൽ പറഞ്ഞത്, പെൻഷൻ കൊണ്ടുവരുമ്പോൾ നായനാരോട് പറഞ്ഞത്, ഈ പെൻഷൻ അനാവശ്യമാണ്, ഉൽപാദനപരമല്ല. 2, 3 ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ പോയ ആളുകൾക്ക് കൊടുത്തു. അതുകൊണ്ട് പിന്നെ അതിനപ്പുറത്ത് ചിലത് പറഞ്ഞിട്ടുണ്ട്. കരുണാകരൻ വെച്ചുപോയതുകൊണ്ട് ചിലത് പറയുന്നുണ്ട്. അങ്ങനെയാണ് കരുണാകരൻ അതിനെ എതിർക്കുന്നത്. അപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് നായനാർ പറഞ്ഞോ, നായനാരാണ് പറഞ്ഞത്, ഞാൻ പറയല്ല, നായനാർ പറഞ്ഞു, എടോ കരുണാകര, നീ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. KSKTU ഏരിയ പ്രസിഡന്റ് VC ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M ശങ്കരൻകുട്ടി, CPM LC സെക്രട്ടറി AM നാരായണൻ, PK ചെല്ലുക്കുട്ടി, M രവീന്ദ്രൻ, VC ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന ജനകീയ സർക്കാരിന് കരുത്തു പകരാൻ സംഗമം ആഹ്വാനം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒരു ഇടവേളയ്ക്കു ശേഷം വടനംകുറിശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും പുരോഗമിക്കുന്നു. ഇരുവശത്തെ അപ്രോച്ച് റോഡുകളുടെയും പാലത്തിലെ ടാറിംഗ് പ്രവൃത്തികളുമാണ് നടക്കുന്നത്. പാലത്തിൻ്റെ പ്രവൃത്തികളിലെ മെല്ലെപ്പോക്കിനെതിരെ നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. വാടനാംകുറിശ്ശിയിലെ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം ഇനി എന്ന് തീരുമെന്ന് കാത്തിരുന്നു കാണണം. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പല തവണകളായി നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കാണ് കാരണം. 4 വർഷത്തിലധികമായി പാലത്തിൻ്റെ പ്രവൃത്തികൾ തുടങ്ങി വച്ചിട്ട്. പ്രവൃത്തികളിലെ മെല്ലെപ്പോക്കിനെതിരെ നേരത്തെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ പ്രവൃത്തികൾ വീണ്ടും പുരോഗമിച്ച മട്ടിലാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31-നകം പാലം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പാലക്കാട് ജില്ലാ വികസന സമിതി യോഗത്തിൽ വച്ച് അധികൃതർ പറഞ്ഞുവെങ്കിലും അതും നടപ്പായില്ല. ഇരുവശത്തെ അപ്രോച്ച് റോഡുകളുടെയും പാലത്തിന് മുകളിലെ ടാറിംഗ് പ്രവൃത്തികളുമാണ് നടന്നുവരുന്നത്. അപ്രോച്ച് റോഡിൽ ഓരോ ലെയർ മണ്ണിട്ട ശേഷം അവ ഉറപ്പിക്കും. പിന്നീട് ടെസ്റ്റിംഗ് നടത്തും. കോൺക്രീറ്റുള്ള സൈഡ് വാളിൻ്റെ പ്രവൃത്തികളും ഒപ്പം നടക്കുന്നുണ്ട്. പാലത്തിന് മുകളിൽ ആദ്യ ലെയർ ടാറിംഗ് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൂർത്തിയായാൽ അതിനു മുകളിൽ വീണ്ടും ടാറിംഗ് നടപ്പാക്കും. പാലത്തിൻ്റെ ഒരു വശം കാൽനടയാത്രയ്ക്കായി പാത ഒരുക്കിയിട്ടുണ്ട്. 1.5 മീറ്റർ വീതിയിലാണിത്. ഇതിൻ്റെ അവസാനവട്ട നിർമ്മാണ പ്രവൃത്തികളും നടത്തേണ്ടതുണ്ട്. 3 മാസം കൊണ്ട് പാലം പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ചെന്നൈയിലെ SPL എന്ന കമ്പനിക്കാണ് പാലത്തിൻ്റെ നിർമ്മാണ ചുമതല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലത്ത് കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയായ കാട്ടുപന്നികളെ കൊന്നൊടുക്കി. അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. 15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ 24 കാട്ടുപന്നികളെയാണ് കൊന്നൊടുക്കിയത്. ഒറ്റപ്പാലം നഗരസഭയിലെ വരോട്, പനമണ്ണ, കണ്യമ്പുറം, മായന്നൂർ പാലം പരിസരം, കോലോത്തുപറമ്പ്, ആപ്പേപ്പുറം, അഴിക്കലപ്പറമ്പ്, കിഴക്കേക്കാട് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളായിരുന്നു കാട്ടുപന്നിവേട്ട നടന്നത്. അലി നെല്ലേങ്കര, ചന്ദ്രൻ വരിക്കത്ത്, ദേവകുമാർ വരിക്കത്ത്, VJ തോമസ്, ഇസ്മയിൽ താഴേക്കോട്, മുഹമ്മദ് അലി മാത്തേങ്ങിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വേട്ട നടത്തിയത്.
15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് 24 കാട്ടുപന്നികളെ കൊന്നൊടുക്കിയത്. തുടർന്ന് നഗരസഭയുടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ സംസ്കരിച്ചു. വിവിധ പ്രദേശങ്ങൾ, അതായത് ഈസ്റ്റൊറ്റപ്പാലം, കണ്ണിയാമ്പുറം, പനമണ്ണ വായനശാല, പനമണ്ണ സൗത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ കാട്ടുപന്നികളെ വേട്ടയാടുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 24 എണ്ണത്തിനാണ് ഇന്ന് നെല്ലയങ്കര അലി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഷൂട്ടിംഗ് ടീം കാട്ടുപന്നികളെ ഷൂട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിരവധി തവണയായി ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് ഈ കാട്ടുപന്നികളുടെ ആക്രമണം നടത്തി ഈ കൃഷിയെല്ലാം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രിക്കടക്കം പരാതികൾ പോയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് മിക്ക കൗൺസിലുകളിലും ജനപ്രതിനിധികൾ ഈ പരാതി ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് തുടരെ, കാരണം ഇതിൻ്റെ ഈ കാട്ടുപന്നികൾ കൂടുതലായിട്ട് ഇതിൻ്റെ ശല്യം കൂടുന്നുണ്ടെന്ന് പറഞ്ഞിടത്തോളം അടിയന്തരമായിട്ട് ഇതിൽ നടപടി കൈക്കൊള്ളണമെന്ന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണോട് ആവശ്യപ്പെട്ടിരുന്നു. നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് നടപടി. നഗരസഭാ അധികൃതരും ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടുന്ന സംഘം നടപടികൾ ഏകോപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സാമൂഹിക വികസനം ലക്ഷ്യം വെച്ചുള്ള വികസന നയത്തിൽ നിന്നും വ്യതിചലിച്ചതാണ് രാജ്യം നേരിടുന്ന ദുരന്തത്തിന് കാരണമെന്ന് AICC ജനറൽ സെക്രട്ടറി PV മോഹനൻ. രാജ്യത്തെ പ്രൊഫഷണലുകൾ പല മേഖലകളിൽ നിന്നും പിന്തള്ളപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധന നടത്താൻ ഭരണാധികാരികൾ തയ്യാറാകണമെന്നും PV മോഹനൻ പറഞ്ഞു. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് യുവ നേതൃത്വ ക്യാമ്പ് പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിനകത്തെ പ്രൊഫഷണലുകൾക്ക് രാജ്യത്ത് ഇടമില്ലാത്ത സ്ഥിതിയാണ്. മേക്ക് ഇൻ ഇന്ത്യ പ്രഖ്യാപനം നടന്നിട്ടും രാജ്യത്തെ പ്രൊഫഷണലുകളുടെ കഴിവുകളും യോഗ്യതകളും ഉപയോഗിക്കപ്പെടുന്നില്ല. എന്നാൽ ലോക സമ്പന്ന രാജ്യങ്ങളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വൻ ഡിമാൻഡാണ്. രാജ്യത്തെ ഓരോ വ്യക്തിയുടെ കഴിവും രാജ്യത്തിനകത്ത് ഉപയോഗിക്കപ്പെടാൻ കഴിയുന്ന തരത്തിൽ നയമാറ്റം ആവശ്യമാണെന്നും മോഹനൻ പറഞ്ഞു. MP VK ശ്രീകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കേരള പ്രസിഡന്റ് രഞ്ജിത്ത് ബാലൻ മുഖ്യാതിഥിയായി. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, ഡോക്ടർ വിനീത ജോസഫ്, ഡോക്ടർ S ലാൽ, സോയ ജോസഫ് എന്നിവർ വിഷയാവതരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് CA രാജീവ് രാമനാഥ്, സെക്രട്ടറി രാഹുൽ വിഷ്ണു, ഡോക്ടർ ലക്ഷ്മി ചന്ദ്രൻ, പ്രേംനാഥ് അരുൺ, വിജയകുമാർ നെടുങ്ങാടി, മുനീർ പന്തലിങ്ങൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാലം ചെയ്ത തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാര ശുശ്രൂഷ കർമ്മങ്ങൾ ആരംഭിച്ചു. രാവിലെ തൃശൂർ അതിരൂപത മന്ദിരത്തിൽ നടന്ന ഒന്നാം ഘട്ട ശുശ്രൂഷകൾക്കു ശേഷം മൃതദേഹം പുത്തൻ പള്ളിയിൽ പൊതുദർശനത്തിന് വച്ചു. തിങ്കളാഴ്ച രാവിലെ 9:30 ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ 2ാം ഘട്ടവും തുടർന്ന് 10 മണിക്ക് 3ാം ഘട്ടവും നടക്കും. ഞായറാഴ്ച രാവിലെ തൃശൂർ അതിരൂപത മന്ദിരത്തിൽ നടന്ന 1ാം ഘട്ട മൃത സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ഭൗതിക ശരീരം തൃശൂർ പുത്തൻപള്ളിയിൽ എത്തിച്ച് പൊതുദർശനത്തിന് വച്ചു. ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുത്തൻപള്ളിയിൽ നിന്ന് ആരംഭിച്ച് തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ സമാപിച്ചു. വൈകിട്ട് മുതൽ തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന മൃതസംസ്കാരത്തിന്റെ അതീവ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതുവരെ തുടർച്ചയായി തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തിങ്കളാഴ്ച രാവിലെ 9:30 മൃതസംസ്കാര ശുശ്രൂഷയുടെ 2ാം ഘട്ടം തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. 10 മണിക്ക് കുർബാനയോടുകൂടിയുള്ള മൃതസംസ്കാര ശുശ്രൂഷയുടെ 3ാം ഘട്ടവും നടക്കും. ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ ഭൗതിക ശരീരം കോഴിക്കോട് കോട്ടുള്ളിയിലെ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിൻ്റെ ഹോം ഓഫ് ലവ് ജനറലേറ്റിലേക്ക് എത്തിച്ച് അവിടെയും പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 6 മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷയുടെ സമാപന കർമ്മങ്ങൾ നടക്കും. ആദരസൂചകമായി തൃശൂർ അതിരൂപതയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അതിരൂപത അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുദർശനത്തിന് പുഷ്പചക്രങ്ങൾക്കു പകരം സാരിയോ മറ്റു തുണിത്തരങ്ങളോ സമർപ്പിക്കാൻ അതിരൂപത അഭ്യർത്ഥിച്ചു. ഇങ്ങനെ ലഭിക്കുന്ന തുണിത്തരങ്ങൾ പിന്നീട് ആവശ്യക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്നും അതിരൂപത അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഷൊർണൂർ നിലമ്പൂർ പാതയിലെ വടനംകുറിശി റെയിൽവേ ഗേറ്റ് അടച്ചിടും. സെപ്റ്റംബർ 22 തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ 23 ചൊവ്വാഴ്ച രാത്രി 8 മണി വരെയാണ് വടനംകുറിശിയിലെ റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതെന്ന് റെയിൽവേ വിഭാഗം അങ്ങാടിപ്പുറം സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ 2024-25 വർഷത്തെ ആസ്തി വികസന MLA ADF ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഷൊർണൂർ നഗരസഭയിലെ നെടുങ്ങോട്ടൂർ വിളക്കത്തല റോഡ് കോൺക്രീറ്റ് ചെയ്യലും നിർമ്മാണം പൂർത്തിയാക്കിയ ഡ്രൈനേജ് പ്രവൃത്തിയുടെ ഉദ്ഘാടനവും MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഫലകം അനാച്ഛാദനം ചെയ്തു.
ആ നിലയിൽ ഈ റോഡ് പൂർണ്ണമായി ഗതാഗത യോഗ്യമായി റോഡ് നാശാവാതെ നിലനിർത്തി പോകുന്നതിന് വേണ്ടി ഡ്രൈനേജ് സിസ്റ്റവും അതുപോലത്തെ ഒരു കൾവർട്ടും ആവശ്യമാണ് എന്ന ഈ നാട്ടുകാരുടെ ഈ റോഡ് ഉപയോഗിക്കുന്ന ജനങ്ങളുടെ പുറകാലത്തെ ആവശ്യം നിങ്ങളുടെ ജനപ്രതിനിധി മുഖേന ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനു വേണ്ടിയുള്ള ഫണ്ട് നീക്കിവെക്കാൻ വേണ്ടി തീരുമാനിച്ചത് നടത്തും. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലറും ഡെപ്യൂട്ടി ചെയർപേഴ്സണുമായ പി സിന്ധു സ്വാഗതം പറഞ്ഞു. മധുര വിതരണവുമുണ്ടായിരുന്നു. ഷൊർണൂർ നഗരസഭയിലെ കണയം പ്രദേശത്തെ കൈനിപ്പാലം റോഡ് നാടിന് സമർപ്പിച്ചു. പി മമ്മിക്കുട്ടി MLA-യുടെ 2022-23 വർഷത്തെ MLA SDF ഫണ്ട് വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. 10 ലക്ഷം രൂപ ചെലവിലായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ. MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഫാത്തിമത്ത് ഫർസാന സ്വാഗതം പറഞ്ഞു. മധുര വിതരണവുമുണ്ടായിരുന്നു. MLA-യുടെ 2023-24 വർഷത്തെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ച് കുളപ്പുള്ളി സൊസൈറ്റി ചിന്താമണി ജംഗ്ഷനിൽ അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം MLA നിർവഹിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജനകീയ സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയുണ്ട്. നമുക്ക് പൊതുപ്രസ്ഥാനം എന്ന നിലക്കുള്ള ഒരു സംവിധാനമുണ്ട്. നമുക്ക് അങ്ങനെ പൊതുപ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വരുന്ന വിഷയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ മുഖേന ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പൊതുവായി നാട്ടിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ ആവശ്യവും അത്യാവശ്യവും നോക്കി മുൻഗണന കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരള സംസ്ഥാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. 4ാം വാർഡ് കൗൺസിലർ എം കെ ശരത് സ്വാഗതം പറഞ്ഞു. CPM കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N ജയപാൽ സംസാരിച്ചു. MLA-യുടെ 2023-24 വർഷത്തെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ച് ശാന്തിതീരം ശ്മശാനം റോഡിന്റെ പ്രവേശന ഭാഗത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും MLA നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ്, CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ND ദിൻഷാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂർ ചാവക്കാട് കടപ്പുറം ഇരട്ടപ്പുഴയിൽ ക്വാർട്ടേഴ്സിലെ മുറിയിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു. വീടിനകത്തെ മുഴുവൻ വൈദ്യുതോപകരണങ്ങളും ഗാർഹിക ഉപകരണങ്ങളും നശിച്ചു. ഉറങ്ങിക്കിടന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെയായിരുന്നു സംഭവം. കിടപ്പ് രോഗിയായ ഉമ്മ നഫീസയും കുട്ടികളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ വൈദ്യുതി പോയതോടെ ഷഹർബാന്റെ മകൾ ഉണർന്നു. പിന്നീടാണ് ഫ്രിഡ്ജിൽ നിന്നും തീ കാണുന്നത്. ഉടനെ വീട്ടിലുള്ളവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തീ ആളി കത്തിയതിനാൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങി. ഉടൻ വലിയ ശബ്ദത്തോടെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഗുരുവായൂർ ഫയർഫോഴ്സും KSEB അധികൃതരും തീയണച്ചു. കിടപ്പ് രോഗിയായ ഉമ്മയെ പുറത്തേക്ക് രക്ഷപ്പെടുത്തുന്നതിനിടെ മാതാവ് നിലത്ത് വീണതായും ഗാർഹിക ഉപകരണങ്ങൾ നശിച്ചതായും ഷഹർബാൻ പറഞ്ഞു. വീടിനകത്തെ മുഴുവൻ വൈദ്യുതോപകരണങ്ങളും ഗാർഹിക ഉപകരണങ്ങളും നശിച്ചു. മുറിയിലും അടുക്കളയിലും ചുമരുകൾക്ക് കേടുപാടുകൾ പറ്റി. TV, ഫാൻ, സ്വിച്ച്, ലൈറ്റുകൾ എന്നീ ഇലക്ട്രിക് ഉപകരണങ്ങളുമെല്ലാം പൊട്ടിത്തെറിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം വരവൂരിൽ അനധികൃതമായി വെട്ടുകല്ല് വെട്ടി കടത്തിയിരുന്ന 6 ടിപ്പർ ലോറികളും ഒരു JCB-യും ചെറുതുരുത്തി പോലീസ് പിടിച്ചെടുത്തു. അനധികൃതമായി പ്രവൃത്തികൾ നടത്തിയവർക്കെതിരെ തുടർ നടപടി ഉണ്ടാകുമെന്ന് ചെറുതുരുത്തി CI വിനു പറഞ്ഞു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വരവൂരിൽ സൈതലവി താളത്തിൽ വീട് മനപ്പടി കടങ്ങോട് എന്നയാളുടെ സ്ഥലത്തു നിന്നാണ് യാതൊരു അനുമതി പത്രങ്ങളുമില്ലാതെ ബന്ധുക്കളായ സിറാജ് താളത്തിൽ വീട് കടങ്ങോട്, ഹാഷിം താളത്തിൽ വീട് മനപ്പടി കടങ്ങോട് എന്നിവർ അനധികൃതമായി വെട്ടുകല്ല് വെട്ടിക്കടത്തിയിരുന്ന 6 ടിപ്പർ ലോറികളും ഒരു JCB-യും പോലീസ് പിടിച്ചെടുത്തത്. നടപടിക്രമങ്ങൾ നടന്നുവരുന്നതായി CI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കണയം കാവ് പറമ്പ് റോഡ് നാടിന് സമർപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. MLA പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഇവിടുന്ന് അതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ട് നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അത് മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റി. പക്ഷേങ്കിലും ഫണ്ട് വിനിയോഗിക്കാൻ സാധ്യമായ വിധത്തിൽ തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ വാർഡ് മെമ്പർ അതിനുവേണ്ടിയുള്ള വഴി കണ്ടെത്തുകയും അത് ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ശനിയാഴ്ച വൈകുന്നേരം ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഫാത്തിമത്ത് ഫർസാന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രദേശവാസികൾ, നാട്ടുകാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മിഠായി വിതരണവുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ.
ഗുരുവായൂർ കണ്ടാണശ്ശേരിയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ കയറിയ മലമ്പാമ്പ് ഷോക്കേറ്റ് ചത്തു. കണ്ടാണിശ്ശേരി ശങ്കരംകുളം സെന്ററിലെ ഇലക്ട്രിക് പോസ്റ്റിലാണ് പാമ്പ് കയറിയത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഷോക്കേറ്റത് കണ്ട് വഴിയാത്രക്കാർ ഗുരുവായൂർ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി പാമ്പിനെ ഇലക്ട്രിക് കമ്പിയിൽ നിന്നും എടുത്തു. തത്സമയം ജീവനുണ്ടായിരുന്നെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും പാമ്പ് ചത്തിരുന്നു. SNDP ചെറുതുരുത്തി മേച്ചരിക്കുന്ന് ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണവും വാർഷിക പൊതുയോഗവും നടന്നു. SNDP ചേലക്കര അഡ്മിനിസ്ട്രേറ്റർ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PV സഹദേവൻ അധ്യക്ഷത വഹിച്ചു. മുൻകാല നേതാക്കളായ S നടിനാക്ഷൻ, KG ചന്ദ്രശേഖരൻ എന്നിവരുടെ ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം സുജ സുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. VM ധർമ്മപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി OS രവീന്ദ്രൻ, MN കേശവൻ, OS ഉണ്ണികൃഷ്ണൻ, യൂത്ത് മൂവ്മെന്റ് കൺവീനർ TS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ശ്രീനാരായണ സമാധി ദിനം പെരിങ്ങോട്ടുകുറിശി, പരുത്തിപ്പുള്ളി SNDP ശാഖകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ചടങ്ങുകളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. മുതിർന്ന അംഗം പൂജ നടത്തി. തുടർന്ന് പ്രസാദ വിതരണവും പായസ വിതരണവും നടന്നു. ശാഖയിലെ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ശാഖാംഗങ്ങളുടെ മക്കളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മറ്റും ആദരിച്ചു. ശാഖാ ഭാരവാഹികൾ, വനിതാ സ്വയം സഹായ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വർഷം തോറും നടത്തി വരാറുള്ള ഈ സംരംഭം ഈ വർഷവും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ഗുരുദേവന്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടായി. ശ്രീനാരായണ ഗുരുദേവന്റെ 98ാം സമാധി ദിനത്തിൽ കേരള മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ കോട്ടമൈതാനം രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിജ്ഞയെടുത്തു. സ്വാമി നാരായണ ഭക്താനന്ദ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വിളയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് മലമ്പുഴ, സുലൈമാൻ, KM മോഹനകുമാരൻ, ഗോപാലൻ മലമ്പുഴ, മുഹമ്മദ് ബഷീർ, അക്ബർ ബാദുഷ, പത്മമോഹൻ, ചന്ദ്രൻ TN, ബാലചന്ദ്രൻ പുതുവയൽ, വാസു കണ്ണാടി, KR ബിർള, KA രാമകൃഷ്ണൻ, കനകൻ പാടത്ത് വീട്ടിൽ, കനകദാസ്, അശോകൻ എന്നിവർ സംസാരിച്ചു. K ഖാദർ മൊയ്തീൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തൃശൂർ ജില്ലയിലെ CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ ജില്ലാ സഹോദയ കോംപ്ലക്സ് യോഗാസന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ദേവമാതാ സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് നാച്ചുറോപ്പതി ഡോക്ടർ അഖില വിനോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ M ദിനേശ് ബാബു പതാക ഉയർത്തി. ദേവമാതാ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എലവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 165 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. പത്രിപ്പാലയിൽ നടന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സമാപിച്ചു. കലോത്സവത്തിൽ ABHS ഞാങ്ങാട്ടിരി 65 പോയിന്റുകളോടെ കിരീടം കരസ്ഥമാക്കി. മണ്ണൂർ 4ാം വാർഡ് വികസന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാർഡിൽ നടത്തിയ പൂക്കള മത്സരത്തിൽ വിജയികളായവരെ ആദരിച്ചു. പങ്കെടുത്ത മുഴുവൻ പേർക്കും ട്രോഫികളും നൽകി. ഉപഭോക്താക്കളുണ്ടെങ്കിൽ അതൊരു മെച്ചപ്പെട്ട സ്ഥിതിയാണ്. അങ്ങനെ തുടങ്ങി ഞാൻ പറയുന്നത് പഞ്ചായത്തും ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഓണ കിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സഹകരണ ബാങ്കുകൾ, നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ 2 ബാങ്കുകളും കൂടി ഏകദേശം 1500ഓളം വരുന്ന കിറ്റുകൾ മിതമായ നിരക്കിൽ വിതരണം ചെയ്തു. വിവിധ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ ചാരിറ്റബിൾ സൊസൈറ്റികളുടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാത്രം 280ഓളം കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്താണെങ്കിൽ വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. LSS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജാലിബ മുഹമ്മദിനെയും വിധികർത്താവായിരുന്ന പള്ളത്ത് ശ്രീകുമാരനെയും ആദരിച്ചു. P പ്രമോദ്, V ഹരിദാസ്, A ഷഫീഖ്, OM ജലീൽ, ഗണേശൻ, K മനോജ്, ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. S ജയൻ നജീബ് സ്വാഗതവും CDS ഷൈനി നന്ദിയും പറഞ്ഞു. പൂക്കള മത്സരത്തിൽ 1ാം സ്ഥാനം സജിത ഗണേഷ്, 2ാം സ്ഥാനം നേടിയ സുനിത, 3ാം സ്ഥാനം നേടിയ സുവർണ, 4ാം സ്ഥാനം നേടിയ രാജി, രാധിക, മധു എന്നിവർക്കും ഉപഹാരം സമ്മാനിച്ചു. പങ്കെടുത്ത മുഴുവൻ പേരെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. മാറ്റൊലി. ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യ ചർച്ചാ വിഷയം. ശബരിമല വികസനം ചർച്ച ചെയ്ത് അയ്യപ്പ സംഗമവും നടന്നുകഴിഞ്ഞു. സന്നിധാനത്ത് വിപുലമായ മാറ്റം നിർദ്ദേശിച്ചുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും ധാരണയായി. അതേസമയം അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റൊലിയിലേക്ക്. ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ അയ്യപ്പ സംഗമം വലിയ വിജയമായിരുന്നു. ആദ്യ ഉദ്ഘാടന വേദിയിൽ തന്നെ 4200-ലധികം ആളുകൾ പങ്കെടുത്തു. പക്ഷേ പ്രതിപക്ഷം അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി ജനങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ അവഹേളിക്കുന്ന രൂപത്തിലാണ് പ്രതിപക്ഷം സമീപിച്ചിട്ടുള്ളത്. ആ സമീപനം തികഞ്ഞ അവജ്ഞയോടെ കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളയുമെന്ന് പറയുന്നു. ലോകമൊട്ടാകെയുള്ള അയ്യപ്പ ഭക്തന്മാർക്ക്
ഒരു പിലിഗ്രീം ടൂറിസം പോലത്തെ ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലേക്ക്, അതുപോലെ തന്നെ ആധ്യാത്മിക രംഗത്തും ഒരു വെളിച്ചം വീശുന്ന രീതിയിലേക്കും കേരളത്തിനും മൊത്തത്തിൽ സമൂഹത്തിനും ഗുണകരമാവുന്ന രീതിയിൽ കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടിലാണ് ഉള്ളത്. അതിൽ ആളുകൾ പങ്കെടുത്തില്ല എന്നുള്ളതല്ല. ഉദ്ഘാടന സെഷൻ കഴിഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകളാണ് നടക്കുക. ഗ്രൂപ്പ് തിരിഞ്ഞ ചർച്ചകൾ വ്യത്യസ്ത വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളിൽ, ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആ ചർച്ചകളിൽ ആളുകൾ പിരിഞ്ഞു പോയി വേറെ ഗ്രൂപ്പായിരിക്കുമ്പോൾ എടുത്ത പിക്ചറുകൾ പങ്കെടുത്തില്ല എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണ്. പരാജയം ആണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എങ്ങനെ പ്രതിപക്ഷം പരാജയമാണെന്ന് ഇന്ന് എല്ലാത്തിൻ്റെയും പരാജയമാണെന്ന് ആണ് പറയുന്നത്. കേരളത്തിലെ ഭരണമേ പരാജയമാണെന്നാണ് പറയുന്നത്. അതിൽ യാതൊരു അർത്ഥമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി ആത്മഹത്യ ചെയ്ത മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാരുടെ റോഡ് ഉപരോധം. ഉപരോധത്തെ തുടർന്ന് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാനപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മർദ്ദനത്തെ തുടർന്നാണ് മിഥുന്റെ ആത്മഹത്യയെന്നും വനംവകുപ്പ് അധികൃതർക്കെതിരെ നടപടി വേണമെന്നും നാട്ടുകാർ. വിദേശ മദ്യ ഷോപ്പുകളിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന നടപടികളാണ് എക്സൈസ് മന്ത്രി നടപ്പിലാക്കുന്നതെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. മദ്യക്കുപ്പി തിരിച്ചെടുക്കൽ സർക്കാർ വരുമാനം ലക്ഷ്യം വെച്ചെന്നും എം.പി. പള്ളിക്കൂടം പണിയുമെന്ന മുദ്രാവാക്യവുമായി വന്നവർ ബാർ നടത്തിപ്പുകാരുടെ കുറ്റച്ചങ്ങാതിമാരായി മാറിയെന്നും വി.കെ. ശ്രീകണ്ഠൻ. പാലക്കാട്ട് ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC ജില്ലാ സമ്മേളനം. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശവുമായി KSKTUവിൻ്റെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂരിൽ ആത്മാഭിമാന സംഗമം. സംഗമം സംഘടിപ്പിച്ചത് KSKTU ഓങ്ങല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന ജനകീയ സർക്കാരിന് കരുത്തു പകരാനും സംഗമത്തിൽ ആഹ്വാനം. ഒരു ഇടവേളയ്ക്ക് ശേഷം വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. നിലവിൽ പ്രവൃത്തികൾ നടക്കുന്നത് അപ്രോച്ച് റോഡുകളുടെ പ്രവൃത്തികളും പാലത്തിന് മുകളിലെ ടാറിംഗ് പ്രവൃത്തികളും. പാലം നിർമ്മാണം 3 മാസം കൊണ്ട് പൂർത്തിയാക്കിയേക്കും. ഷൊർണൂർ MLA പി. മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് MLA. സാമൂഹിക വികസനം ലക്ഷ്യം വെച്ചുള്ള വികസന നയത്തിൽ നിന്നും വ്യതിചലിച്ചതാണ് രാജ്യം നേരിടുന്ന ദുരിതത്തിന് കാരണമെന്ന് AICC സെക്രട്ടറി PV മോഹൻ. രാജ്യത്തെ പ്രൊഫഷണലുകൾ പല മേഖലകളിലും പിന്തള്ളപ്പെടുന്നത് പരിശോധന നടത്താൻ ഭരണാധികാരികൾ തയ്യാറാകണമെന്നും PV മോഹൻ. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് യുവ നേതൃത്വ ക്യാമ്പ് പാലക്കാട്ട്. തൃശൂർ ജില്ലയിലെ CBSE സ്കൂളുകളുടെ കൂട്ടായ്മയിൽ യോഗാസന ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് 165 വിദ്യാർത്ഥികൾ. പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ഞാങ്ങാട്ടിരി AVH സ്കൂളിന് 65 പോയിന്റോടെ കിരീടം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.